തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ മുസ്ലിം ലീഗിന്റെ റോഡ് ഷോയിൽ ആവേശമായി നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി തങ്ങളും പാപനാശം മണ്ഡലത്തിലെത്തി ലീഗ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായാണ് മുതിർന്ന നേതാക്കൾ തമിഴ്നാട്ടിലെത്തിയത്. തമിഴ്നാട്ടിൽ SDPയെ ഘടകകക്ഷിയാക്കിയത് BJPക്കെതിരായ ജനമുന്നേറ്റത്തിന്റെ ഭാഗമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി തർക്കങ്ങൾ പരിഹരിച്ചു പോകുമെന്ന് സാദിഖ് അലി തങ്ങളും പ്രതികരിച്ചു. തമിഴ്നാട്ടിൽ പാപനാശമടക്കം 2 മണ്ഡലങ്ങളിലാണ് ലീഗ് മത്സരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് സംസാരിച്ചു. പാണക്കാട് തങ്ങളുമായും തമിഴ്നാട്ടിൽ പ്രചരണത്തിനായി എത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. അതിലൊന്ന് പാപനാശമാണ്. പാപനാശത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം സാദിഖ് അലി തങ്ങളും പ്രചരണത്തിനായി എത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. വലിയ ആവേശത്തിലാണ് ഇവിടെയുള്ള പ്രവർത്തകർ മുഴുവൻ എന്നതാണ്. എങ്ങനെയുണ്ട് ഈ ഒരു ആവേശമൊക്കെ കാണുമ്പോൾ? ഏതാണ്ടത് നമ്മൾ കേരളത്തിലേത് പോലെ തന്നെ ഉണ്ട്. കേരളത്തിലെ UDFന്റെ വിചാരണ പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ലീഗ് മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിൽ വന്നപ്പോൾ ആളുകളൊക്കെ വളരെ ആവേശത്തിലാണ്. ഒരു വിജയപ്രതീക്ഷ അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ മുദ്രാവാക്യം വിളിയിലും അവരുടെ ആവേശത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും DMK മുന്നണിയിലാണല്ലോ. DMK മുന്നണി തീർച്ചയായിട്ടും ഇവിടെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കഴിഞ്ഞ തവണ 3 നമ്മൾ മത്സരിച്ചു. 3 കോണിച്ചിഹ്നത്തിലായിരുന്നു. ഇപ്പോൾ 2 ഇടത്ത് മത്സരിക്കുന്നു. ഈ 2 ഇടത്തും വിജയിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടോ? ഈ തവണ നല്ല സാധ്യതയുള്ള 2 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. 2ഉം വിജയിക്കും. ഒരു കാർഷിക ഏരിയ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. എല്ലാവർക്കും കൃഷി ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ തന്നെ അവർക്കൊക്കെ വരുമാനത്തിന് മാർഗം, ഏറ്റവും നല്ല ഭരണമാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. അത് കണ്ടിന്യൂ ചെയ്യണം, തുടരണം എന്നാണ് ആളുകളുടെ മുഴുവൻ ആവേശപൂർവ്വമുള്ള മുദ്രാവാക്യം. തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവിടെ ബദ്ധവൈരികളായ SDP ഒക്കെ നിങ്ങളെ കൂടെയുണ്ട്, ഫ്രണ്ടിൽ പതാകയിലൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെയുള്ള ചില ശക്തികൾക്കെതിരെ BJP ഇപ്പൊ കണ്ടില്ലേ ബില്ല്, വനിതാ സംവരണ ബില്ല് കണ്ടില്ല. അതിനൊക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു മൂവ്മെന്റാണ്. അതിൽ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നുള്ളതല്ല. ഇവിടെ DMK ആണ് കാലങ്ങളായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗ് അതിൽ ആണ് ഉള്ളത്. അതിൽ ഈ പറഞ്ഞ വേറെ കക്ഷികളൊന്നുമില്ല. പക്ഷേ എല്ലാവരും ഈ DMK മുന്നണിക്ക് പിന്തുണ നൽകുന്നു. അതാണ് മുഖ്യമന്ത്രി ആരാന്നുള്ള ചോദ്യമാണ് പൊതുവിൽ. ഇല്ല, അതൊക്കെ സമയത്തിന് തീരുമാനം ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാണ്. അത് ഒരു സംശയവും വേണ്ട. DMK നേതൃത്വം കൊടുക്കുന്നത് സ്റ്റാലിൻ തന്നെയാണ്. ഇത്തവണ എന്തായാലും വിജയിക്കും എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദിഖ് അലി തങ്ങളും പറയുന്നത്. ഒപ്പം SDP എന്തുകൊണ്ട് കൂടെ ചേർത്തു എന്നുള്ളതിന് BJPക്കെതിരായ ഒരു മുന്നണി സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു സംവിധാനം വന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ ചെന്നൈ. ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടിൽ അരസിയൽ ഗലാട്ടെ. നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളുമൊക്കെ അവിടെയും പ്രചരണത്തിനായി എത്തിച്ചേർന്നു.